സ്തുതി. പ്രിയമുള്ളവരെ, ഡിസംബർ 14 ഞായറാഴ്ച സിറോ മലബാർ സഭയിൽ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തെ 58-ാം വചനം മാത്രമാണ് നമ്മുടെ ചിന്തയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, വിചിന്തനത്തിന് വിഷയഭവിക്കുന്നത്. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്തു സന്തോഷിച്ചു. ഈ വചനത്തെക്കുറിച്ച് പ്രിയമുള്ള വൈദികരെ സംസാരിക്കുമ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. 1, ആമുഖം. 2, മെഗാ എലയോസ്. ദൈവം വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു. മെഗാ എലയോസ്. ലൂക്ക എഴുതിയ ഭാഷ ഗ്രീക്കിലാണ്. വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മെഗാ എലയോസ് എന്നാണ്. 3-ാമത്തെ വചനം ജെർമിയായുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ 5-ാം വചനമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രകാശമായി നിന്നെ നിയോഗിച്ചു. 4-ാമത് നമ്മൾ കാണുന്നത് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എന്താണ് വലിയ കാരുണ്യം? 5-ാമത് നമ്മൾ കാണുന്നത് കാരുണ്യത്തിൽ സന്തോഷിക്കുന്ന ബന്ധുക്കളും അയൽവക്കക്കാരും. അവസാനം നമ്മളൊരു ചെറിയ പ്രാർത്ഥന നടത്തും. The Lord has shown her great mercy and they share her joy. അങ്ങനെയാണ് ഇംഗ്ലീഷ് തർജ്ജിമ വരുന്നത്. നമ്മുടെ 1-ാമത്തെ പോയിന്റായ ആമുഖത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാനെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായത്തിലെ 57-ാം വചനം ആരംഭിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ജെറൂസലേം ദേവാലയത്തിൽ ധൂപാർച്ചന നടത്തുന്ന സ്നാപക യോഹന്നാന്റെ പിതാവായ സക്കറിയ ധൂപം വീശിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സക്കറിയ, നിനക്കൊരു കുഞ്ഞിനെ നൽകുവാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ തിരുമുമ്പില് സേവനം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് കുഞ്ഞിനെ ലഭിക്കുന്നത്. വീണ്ടും ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് അവിശ്വസിച്ചതുകൊണ്ട് സ്നാപക യോഹന്നാൻ ജനിക്കുന്നത് വരെ സക്കറിയ രോഗബാധിതനായിരുന്നു. സംസാര ശക്തി നഷ്ടപ്പെട്ടുപോയി. എന്നാൽ ഒരു കുഞ്ഞിന്റെ ജനനം ആ കുടുംബത്തിന് വലിയ സന്തോഷം മാത്രമല്ല നൽകുന്നത്, സക്കറിയായ്ക്ക് സംസാര ശക്തി വീണ്ടും കിട്ടുന്നു. ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കൊക്കെയോ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുകയാണ്. ഞാൻ 2-ാമത്തെ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ്, ഇന്ന് ഈ ശനിയാഴ്ച എന്നെ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിളിക്കുകയാണ്. അവരുടെ മകള് കല്യാണം കഴിഞ്ഞു. അവർക്ക് മക്കളില്ലാതിരിക്കുന്ന അവസരത്തില് ഈ മകളുടെ അപ്പനും അമ്മയും നിരന്തരം എന്നെ വിളിക്കും, അച്ഛാ, എന്റെ മകൾക്ക് കുഞ്ഞുണ്ടായിട്ടില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം. അതുപോലെ മകളും വിളിക്കും. മകളോട് ഞാൻ പറഞ്ഞു കൊടുത്തു, സങ്കീർത്തനം 8:2, കർത്താവേ, ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടണമേ. 13-ാം തീയതി ശനിയാഴ്ച അവർക്കൊരു ആൺകുഞ്ഞിനെ പിറന്നിരിക്കുന്നു. ആ സന്തോഷം അറിയിച്ചുകൊണ്ട് ജോസ് വിളിക്കുകയാണ്. നമ്മുടെ 2-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൂക്കാ സുവിശേഷകൻ ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ അതിമനോഹരമായ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് തന്റെ സുവിശേഷം. ആ സുവിശേഷത്തില് ദൈവത്തിന്റെ വലിയ കാരുണ്യം എന്നതിന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മെഗാ എലയോസ്. മെഗാ എലയോസ്. മെഗാ ഫംഗ്ഷൻ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, മെഗാ സ്റ്റോറേജ് എന്ന് പറയാറുണ്ട്. മെഗാ കൂട്ടി ഒത്തിരി വാക്കുകളെ ഇന്ന് സമൂഹങ്ങളിലുണ്ട്. മെഗാ ഷോ, മെഗാ ഷോ.
അപ്പൊ വലുത് കാണിക്കാനായിട്ട് ഗ്രീക്കിൽ നിന്നും വന്നിരിക്കുന്ന ഭാഷയാണ്, വാക്കാണ് മെഗ. വലിയ കാരുണ്യം. കാരുണ്യം എന്ന് പറഞ്ഞാൽ കൃപയാണ്. മെഗ എലയോസ്. എലയോസ്, വലിയ കാരുണ്യം ലഭിച്ച എലയോസ്. ചെറിയ കാരുണ്യമല്ല, വലിയ കാരുണ്യം. ഈ വലിയ കാരുണ്യത്തെ കുറിച്ചാണ് ലൂക്കാ സുവിശേഷകൻ തന്റെ ആരംഭത്തിൽ പറയുന്നത്. 25-ാം തീയതി നമ്മൾ ക്രിസ്തുവിന്റെ ജനനം ഓർക്കും. ഈ മെഗാ എലയോസിലും മോളിലായിട്ടുള്ള രക്ഷകന്റെ ആഗമനമാണത്. മെഗാ എലയോസിലേക്ക് പങ്കുചേരാനായിട്ട് ഡിസംബർ 14-ാം തീയതി നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. മെഗാ എലയോസ് ലഭിച്ചിട്ടുള്ളവരാ. മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. യെർമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാം വചനം മുതൽ വായിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, ജനതകൾക്ക് പ്രകാശമായി നിയോഗിച്ചു, ഇടിച്ചു തകർക്കാനും നട്ടുവളർത്താനും വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വചനത്തില് പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അറിഞ്ഞു. ദൈവം അറിഞ്ഞാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ആണായിട്ടോ പെണ്ണായിട്ടോ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം അറിയാതെ അല്ല, ദൈവം അറിഞ്ഞ്. ആ ദൈവത്തിന്റെ അറിവിലാണ് നമ്മൾ ജനിച്ചത്. ഞങ്ങളൊക്കെ 1974-75 കാലഘട്ടത്തിൽ SLC പഠിക്കുമ്പോൾ 8-ാം ക്ലാസ്സിൽ 8-ാം പാഠമാണെന്നാണ് എൻ്റെ ഓർമ്മ. ബയോളജിയിൽ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അന്ന് ടീച്ചേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കില്ല, നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. മനുഷ്യ ശരീരത്തിലെ ചില ഭാഗങ്ങളുടെ ഫോട്ടോ അതിനകത്തുണ്ട്. ഏതായാലും കള്ളന്മാരായ അന്നത്തെ 75-76 കാലഘട്ടത്തിലെ കുട്ടികളായ ഞങ്ങള് അത് പല പ്രാവശ്യം വായിച്ചു നോക്കി. അധികമൊന്നും മനസ്സിലായില്ല. ഇവിടെ ഒരു വചനം പറയാണ്, ദൈവം അറിഞ്ഞു. ദൈവത്തിന്റെ അറിവും മനുഷ്യന്റെ അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാ. ഇന്നത്തെ കാലഘട്ടത്തിൽ 8-ലോ 9-ലോ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ ഒരു കൊച്ചിന്റെ ജനനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവര് പറയും, എക്സും വൈയും തമ്മിൽ ചേരുമ്പോൾ, എക്സും തമ്മിൽ ചേർന്നാൽ ഒരു പെൺകുട്ടിയായിരിക്കും, എക്സും വൈയും കൂടി ചേർന്നാൽ ഒരു ആൺകുട്ടിയായിരിക്കും. ഒരു അണ്ഡവും ഒരു ബീജവും ചേർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുക്കുന്ന സമയം ഈ വചനം കേൾക്കുന്ന ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ആ യോജിക്കുന്ന സമയം. ഈ ദിവസങ്ങളില് പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കൊച്ചുകുട്ടികള് വിദേശ രാജ്യങ്ങളില് പെട്ടെന്ന് ചെറുപ്പത്തിലെ ക്യാൻസർ വന്ന് മരിച്ചു പോകുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞാല് പുരുഷനിൽ നിന്നുള്ള ബീജമെടുത്ത് സൂക്ഷിച്ചു വെക്കും. അവർക്ക് എപ്പോഴാണ് ആവശ്യമുള്ളപ്പോഴാണ് അണ്ഡവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്നു. അങ്ങനെ യോജിച്ച് ജനിക്കുന്ന കുഞ്ഞുങ്ങള് 8-10 വയസ്സാകുമ്പോൾ ക്യാൻസർ പിടിച്ച് മരിക്കുന്നു. എൻ്റെ ഒരു ചിന്ത വന്നത്, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി യോജിപ്പിച്ചു. നമ്മുടെ അപ്പനും അമ്മയും എല്ലാം സ്ത്രീയും പുരുഷനുമാണ്. അവരാണ് നമുക്ക് ജന്മം നൽകിയത്. എന്തെല്ലാം ഉണ്ടെന്ന് ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കന്മാർക്കെല്ലാം വ്യക്തമായിട്ടറിയാം. നമ്മളെക്കാൾ കൂടുതലായിട്ട് ഇന്നത്തെ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് അടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവം അറിഞ്ഞു. അപ്പൊ നമ്മുടെ ജനനം എന്ന് പറയുന്നത് ദൈവം അറിഞ്ഞാണ്. സ്നാപക യോഹന്നാന്റെ ജനനം എന്ന് പറയുന്നത് പിതാവായ ദൈവം അറിഞ്ഞ ഗബ്രിയേലിനെ നിയോഗിച്ചുകൊണ്ട് സക്രിയായോടും എലിസബത്തിനോടും പറയുകയാണ്, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ഒന്നാമത്തേത് അറിവാണ്. രണ്ടാമത്തേത് തെരഞ്ഞെടുപ്പാണ്. നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ പണ്ട് ചിന്തിച്ചിട്ടില്ല, സണ്ണി പുൽപ്പറമ്പിൽ, എന്റെ പേര് സണ്ണി പുൽപ്പറമ്പില, ഈ സണ്ണി പുൽപ്പറമ്പിൽ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്ത ഒരു പുരോഹിതനായി കൊണ്ടുപോയത്? ഞാൻ MSc സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്, ലൈഫ് സ്പാൻ സൈക്കോളജിയാണ്. എൻ്റെ ചിന്തകളും കാര്യങ്ങളും എല്ലാം എടുത്ത് വർഷങ്ങളോളം ഞാൻ ധ്യാനം നടത്തിയിരുന്നത് സൈക്കോ സ്പിരിച്വൽ ലോഗോസ് റിട്രീറ്റ് എന്ന. സൈക്കോ എന്ന് പറഞ്ഞാൽ മാനസികമായ, സ്പിരിച്വൽ ആധ്യാത്മികമായ. സൈക്കോ സ്പിരിച്വൽ റിട്രീറ്റ് മനുഷ്യന്റെ ആത്മാവും
ശരീരവും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വചനത്തിന്റെ പഠനത്തിന്റെ വെളിച്ചത്തിൽ ആവിഷ്കരിക്കുന്ന തത്വങ്ങളും കാര്യങ്ങളുമായിരുന്നു. പല വർഷങ്ങളോളം ധ്യാനകേന്ദ്രത്തിൽ സേവനം ചെയ്തു. എത്രയോ മനുഷ്യരെ രക്ഷിച്ചു. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. അപ്പൊ ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത മക്കളാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ മറ്റുള്ള വൈദികർക്ക് അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്തു കൊടുക്കണം, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ദൈവവചനം ഇടാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലില്ല. വല്ലോ അസുഖമോ നിവൃത്തികേട് കൊണ്ടോ മാത്രമേ വചനം ഇടാത്ത ദിവസങ്ങളുള്ളൂ. മൂന്നാമത് നമ്മൾ കാണുകയാണ്, ദൈവം നിയോഗിച്ചു. ദൈവം എന്താ നിയോഗിച്ചത്? യെർമിയ പ്രവാചകൻ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജനത്തിന്റെ കൂടെ നടന്നുകൊണ്ട് ഇതാ നെബൂഖദ്നേസർ രാജാവ് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നറിയിച്ചു. പക്ഷെ ജനം ഉൾക്കൊണ്ടില്ല. ഇന്ന് വചനം, സത്യത്തിന്റെ വചനം അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആ വചനം കേൾക്കാതെ ജീവിക്കുന്ന വളരെയധികം ആളുകളുമുണ്ട്. ദൈവം എന്നല്ലെങ്കിൽ നാളെ വേറെ വഴിക്ക് നമ്മളെ തിരഞ്ഞെടുക്കും. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന വിധിയൊക്കെ എടുക്കുക. 8 വർഷം മുമ്പ് ഒരു സ്ത്രീയെ അപമാനിച്ച, വളരെയധികം ബുദ്ധിമുട്ടിച്ച, ഒരിക്കലും പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ ചെയ്തവരെ അവരെ 20 വർഷത്തോളം ശിക്ഷിച്ചു എന്ന് ഇന്നത്തെ പത്രത്തിലെ ഡിസംബർ 14-ാം തീയതി നമ്മൾ വായിക്കുകയുണ്ടായി. അതിന് പ്രേരിപ്പിച്ചത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അതുപോലെ നിരന്തരം പത്രത്തിൽ വരുന്നത് എന്താണ്? ചില കൊള്ളകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു യുവാവിനെ തെരഞ്ഞെടുത്ത് പിടിച്ച് അവനെ അപമാനിക്കുന്നവരൊന്നല്ലേ? ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നവരെ ഇങ്ങനെ ചിന്തിക്കും, അവനും തെറ്റ് ചെയ്തിട്ടുള്ളതല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. നിങ്ങളിൽ ആരാണ് പാപം ചെയ്യാത്തതുള്ളത്? ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന മക്കളൊന്ന് ചിന്തിക്കട്ടെ. ഒരു മകന്റെ, ഒരു യുവാവിന്റെ ഭാവി മുഴുവനും അടിച്ചു തകർക്കുന്ന ഒരു കാര്യങ്ങളല്ലേ കാണുന്നത്? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി വിധിക്കട്ടെ, കോടതി അന്വേഷിക്കട്ടെ, നീതിന്യായങ്ങൾ നടക്കട്ടെ. മാധ്യമ വിചാരണ കൊണ്ട് വേദന അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള മക്കളും ഉണ്ട് എന്നറിഞ്ഞുകൊള്ളുക. ഇവിടെ മൂന്നാമത്തെ സന്ദേശം പറയുക, ദൈവം നിയോഗിച്ചു. എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് കർത്താവിന് ശുശ്രൂഷ ചെയ്യാനാ. കുടുംബജീവിതം നയിക്കുന്ന ഈ കേൾക്കുന്ന മാതാപിതാക്കന്മാരായ നിങ്ങളെ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കുടുംബത്തിന് ജന്മം നൽകാനായിട്ടാ. വിവാഹ അവസരത്തിൽ നമ്മൾ പറയുന്നില്ലേ, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒരുമയോടെ വസിച്ചു കൊള്ളാമെന്ന്. എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് അന്ന് നമ്മൾ പറയുന്നത് ഈ വാക്ക്. അപ്പൊ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും കുഞ്ഞുമക്കൾക്ക് ജന്മം നൽകാനായിട്ട്, അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട്, നല്ല പൗരത്വമുള്ളവര്, സഭയ്ക്ക് നേതൃത്വം നൽകുന്നവര്, നല്ല നേതാക്കന്മാരാകുവാനായിട്ട് ഇവിടെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ഈ സ്നാപക യോഹന്നാനെ എന്തിനാണ് ദൈവം നിയോഗിച്ചത്? നമുക്കറിയാം, യേശുവിന്റെ ഫോർറണ്ണറാണ്. യേശുവിന് വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായി മാറി സ്നാപകൻ, വഴിയൊരുക്കാനായിട്ട്. ഡിസംബർ 25-ാം തീയതി നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും. വഴിയൊരുക്കുന്നതിന്റെ അടയാളങ്ങളാ. മറ്റുള്ളവർക്ക് മാത്രമല്ല നമ്മൾ വഴിയൊരുക്കുന്നത്, പ്രത്യുത നമ്മുടെ ഹൃദയത്തിനൊരു നവീകരണം വന്ന പുത്തൻ മനുഷ്യനായിട്ട് യേശുവിനെ സ്വീകരിക്കുകയാണ്, എമ്മാനുവേലിനെ സ്വീകരിക്കുകയാണ്. ഈ എമ്മാനുവേൽ രക്ഷകൻ നമ്മുടെ ജീവിതത്തിൽ അകന്നു പോകുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള തിന്മകളിലും പോയി വീഴും. രക്ഷകനില്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. രക്ഷകൻ എന്ന് പറഞ്ഞു കടന്നു വരുന്നവർ തിന്മയുടെ മാർഗത്തിലൂടെ ചരിച്ച് മനുഷ്യനെ നശിപ്പിക്കുന്നവരാണ്. ഞാനൊരു കൊച്ചു കാര്യം പറയാം. 20 വയസ്സുള്ള ഒരു യുവാവ് ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ അകലങ്ങളിൽ നിന്ന് കാണാൻ വന്നു. അവൻ പറയുന്ന ഒരൊറ്റ വാക്ക്, എനിക്ക് എയ്ഡ്സ് ആണ് അച്ചോ, എയ്ഡ്സ് ആണ്. അവൻ പറയാതെ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് മറ്റ് സ്ത്രീകളുമായി അങ്ങനെയെല്ലാം ഉണ്ടായില്ലേ? ഉണ്ടായി. കേരളത്തിൽ വന്നും ഉണ്ടായില്ലേ? ഉണ്ടായി. അവൻ ആ പ്രക്രിയയിലൂടെ, അവൻ ആ ചെയ്ത കാര്യങ്ങളിലൂടെ,
അവന് എയ്ഡ്സ് പിടിച്ചു എന്നുള്ള ചിന്ത വന്നിട്ട് അവൻ തലയെല്ലാം പെരുത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് പറയുക. ഞാൻ അവനോട് പറഞ്ഞ ഒരു കാര്യം, മകനെ, നിനക്ക് എയ്ഡ്സ് രോഗമില്ല. കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവനെ പറഞ്ഞു വിട്ടു സമാധാനമായിട്ട്, നീ തിരിച്ചു വരിക. ഞങ്ങൾ പോയി രക്തം പരിശോധിച്ചു, ഏതായാലും അവന് എയ്ഡ്സ് രോഗമൊന്നുമില്ല. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞു, നീ ഇപ്പോൾ പഠിക്കുന്ന കാര്യം പഠിച്ച് പൂർത്തിയാക്ക്. നീ ഇപ്പോൾ വിദേശത്തേക്ക് പോകാനാണല്ലോ ആഗ്രഹിക്കുന്നത്, അത് നടക്കട്ടെ. തിന്മയിൽ നിന്ന് മാറുക, അതാണ് സ്നാപക യോഹന്നാൻ എപ്പോഴും ഉപദേശിച്ചിരുന്നത്. അഞ്ചാമത്തെ കാര്യം, കാരുണ്യത്തിൽ സന്തോഷിച്ചു. എലീശ പ്രസവിച്ചു കഴിഞ്ഞിരിക്കുന്നു, വൃദ്ധയായ മക്കളുണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് വളരെയധികം പ്രായം ചെന്ന ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ ജൈവ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച കാലഘട്ടത്തില് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുക? അതുകൊണ്ടാണ് സക്രിയ ചോദിക്കുന്നത്, ഞാനോ പടുകിഴവൻ, പിന്നെ ഇതെങ്ങനെ സാധിക്കും? സാധിക്കാത്ത ഒരു കാര്യം സാധ്യമാക്കുന്ന ദൈവത്തിന്റെ തിരുമുമ്പിലാണ് നിങ്ങൾ വചനം കേൾക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് വിവാഹം കഴിഞ്ഞിട്ട് 10-17 വർഷമായി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭാര്യയും ഭർത്താവും കൂടി. ഞാൻ ആ കൊച്ചിന് പേര് കൊടുത്തു, നിങ്ങൾ ആ കൊച്ചിന് എമ്മാനുവേൽ എന്ന് പേരിട്, നിങ്ങൾ പ്രാർത്ഥിക്ക്. സങ്കീർത്തനം 8:2 പല പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്ക്. മാതാവിന്റെ, പരിശുദ്ധ മാതാവിന്റെ ഒത്തിരി മാധ്യസ്ഥം ലഭിച്ചിരിക്കുന്ന ഒരു മകളാണ്. ഡിസംബർ 18-ാം തീയതി പറഞ്ഞ അതേ ഡേറ്റില് സാധ്യമല്ല എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അവർക്കൊരു കൊച്ചു ജനിച്ചു. ആ കൊച്ചിന് എമ്മാനുവേൽ എന്ന് പേരിട്ടു. ഇന്ന് 15-16 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ സാധ്യമല്ലെന്ന് ഓതുന്ന കാര്യങ്ങൾ സാധ്യമാക്കുമ്പോൾ ഇവിടെ ഒരു വലിയ കാര്യം നടക്കുക. അവൾ സന്തോഷിച്ചു, അവർ സന്തോഷിച്ചു. അവളുടെ സന്തോഷത്തിൽ ഇവരെല്ലാവരും, ബന്ധുക്കളും അയൽവക്കക്കാരും. നല്ല വീട് പണിയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നവരാണോ അന്യന്? പാവങ്ങളായ മനുഷ്യര്, ഈ അവർ ജോലി ചെയ്യുന്ന മുതലാളി അല്ലെങ്കിൽ ആ വലിയ ആള് ഉയർന്ന നിലയിലെത്തുമ്പോൾ അവർ സന്തോഷിക്കുന്നത് കാണുന്നുണ്ട്. സന്തോഷിക്കുക, ഞാൻ സന്തോഷിക്കുന്നു. റിച്ചാർഡ് ഉംബ്രാൻഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ജയിലിൽ അടച്ചു. അദ്ദേഹത്തിന്റെ ഒരു കയ്യില് മനുഷ്യന്റെ മലം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിലെ കുദാശ വചനങ്ങൾ ഉച്ചരിക്കുക. മറുകൈയില് മൂത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇതില് നീ കുദാശ വചനങ്ങൾ ഉച്ചരിക്കുക. ഈ മലം മുഴുവനും യേശുവിന്റെ ശരീരമാക്ക്, ഈ മൂത്രം മുഴുവനും യേശുവിന്റെ രക്തമാക്ക്. ഇതിൽ കൂടുതൽ അപമാനമുണ്ടോ? അദ്ദേഹം ജയിലിൽ നിന്നെല്ലാം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ജയിലിൽ ബന്ധിച്ചിട്ടിരുന്ന ചങ്ങലകൾ കിലുക്കി ഞാൻ ആനന്ദ ഗാനങ്ങൾ ആലപിച്ചു. അവർ എന്നോട് അങ്ങനെ പെരുമാറിയെങ്കിലും എനിക്ക് കർത്താവിനെ സ്തുതിക്കാനായിട്ട്, കർത്താവിനെ പുകഴ്ത്താനായിട്ട് ലഭിച്ച അവസരമായിരുന്നു അത് എന്ന്. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ, സ്നാപക യോഹന്നാന്റെ ജനനം ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ എന്താണ് ഉള്ളത്? നമ്മുടെ പീഡനങ്ങളാണോ, കഷ്ടതകളാണോ, ദുഃഖങ്ങളാണോ? എന്റെ ചെങ്ങലകള്, എന്റെ ദുഃഖത്തിന്റെ ചെങ്ങലകള്, എന്റെ കഷ്ടതയുടെ ചെങ്ങലകള്, എന്റെ രോഗത്തിന്റെ ചെങ്ങലകള് ഞാൻ കിലുക്കി എന്റെ കർത്താവിന് ആനന്ദഗാനം പാടും. ആ ആനന്ദഗാനം പാടുന്നതാണ് ക്രിസ്മസ്. ആരെല്ലാം ഒറ്റിക്കൊടുത്താലും ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കില്ല, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ പത്രോസും ശിഷ്യന്മാരും എല്ലാം യേശുവിനെ ഉപേക്ഷിച്ചു പോയി. ഡിസംബർ മാസം 14-ാം തീയതി വചനം കേൾക്കുന്നവരെ, നിങ്ങളുടെ രോഗം എന്തെങ്കിലും ആകട്ടെ, നിങ്ങളുടെ കഷ്ടതകൾ എന്തെങ്കിലും ആകട്ടെ, നിങ്ങളുടെ കടബാധ്യതകൾ എന്തെങ്കിലും ആകട്ടെ, അതിനെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ കടബാധ്യതകള് 20 ലക്ഷം 25 ലക്ഷം എഴുതി വെച്ചിട്ട് കർത്താവിന്റെ മുമ്പിൽ ഒന്ന് സ്തുതിച്ചേ. കർത്താവിന്റെ ആ തിരുമുമ്പിലേക്ക്, യേശുവിന്റെ രൂപത്തിന്റെ മുമ്പിലേക്ക്, കുരിശിന്റെ ചുവട്ടിലേക്ക്, പ്രിയമുള്ളവരെ, നിങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ 2 കരങ്ങളും ആ എഴുതി വെച്ചിരിക്കുന്ന കടബാധ്യതയിലേക്ക്, നിങ്ങളുടെ മകന്റെ രോഗത്തിലേക്ക്, വിവാഹം നടക്കാത്ത അവസരത്തിലേക്ക്, പുൽക്കൂട്ടിൽ മാത്രമല്ല ശാന്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത് എന്ന്
എഴുതി വെച്ചിട്ട് നിങ്ങൾ കൈകൾ വെച്ചിട്ട് നിങ്ങൾ സ്തുതിക്കുക, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ജോബി എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അവന്റെ വിവാഹം കോടികൾ മുടക്കി നടത്തിയതാ. സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കും, എന്നെ കാണാൻ വന്നിട്ടുള്ളതാണ് ജോബി. ബാങ്കുകാര് 2 കോടിയോളം വിലയുള്ള വീടും സ്ഥലവും എല്ലാം ലേലത്തിന് വെച്ചു. അവൻ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഏതായാലും 56 ലക്ഷം രൂപയ്ക്ക് അവൻ ലേലം പിടിച്ചു. ആ ഭൂമിയുടെ ഒരറ്റം കൊടുത്താൽ അവന്റെ കടം മാറും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ കടം മാറും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ രോഗം മാറും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ വിവാഹം നടക്കും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ശാന്തിയും ലഭിക്കും. ഡിസംബർ 27 മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് പല വൈദിക വിദ്യാർത്ഥികളും പട്ടമേൽക്കുകയാണ്. ഡിസംബർ 27 വെള്ളയാങ്കുടി പള്ളിയിൽ CMI സഭയിലൂടെ ഡീക്കന് എന്റെ ഇളയ അനുജൻ ബെന്നി വർഗീസ് തിരുപ്പട്ടം കൊടുക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ആ തിരുപ്പട്ട ശുശ്രൂഷയിൽ എന്റെ അനുജന്റെ കൈവപ്പ് പ്രാർത്ഥന മൂലം, മെത്രാന്റെ കൈവപ്പ് പ്രാർത്ഥന മൂലം പരിശുദ്ധാത്മാവ് നവവൈദികനിൽ ഇറങ്ങി വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. വെള്ളയാങ്കുടി പള്ളിയിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഡിസംബർ 27 ഉച്ച കഴിഞ്ഞ് നിങ്ങൾ വന്ന് അതിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. അടുത്ത ഏതെങ്കിലും വൈദികരുടെ പട്ടാഭിഷേകവും കുർബാനയും ഉണ്ടെങ്കിൽ തീർച്ചയായും പോയി പങ്കെടുക്കണം. ആ വിശുദ്ധമായ കരങ്ങൾ, പൂശപ്പെട്ട കരങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. അതൊരു സന്തോഷത്തിന്റെ ദിനമാകും. ഇവിടെ ആ കുഞ്ഞിന്റെ ജനനത്തില്, ആ വൈദികന്റെ ജനനത്തില്, ആ വൈദികന്റെ പരിശുദ്ധ കുർബാന അർപ്പണത്തില് നമുക്ക് സന്തോഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിന്റെ മക്കളാകാം, സമാധാനത്തിന്റെ മക്കളാകാം. അയൽവക്കക്കാര് സന്തോഷിച്ചതുപോലെ, സ്നേഹിതര് സന്തോഷിച്ചതുപോലെ, ബന്ധുമിത്രാദികൾ സന്തോഷിച്ചതുപോലെ, കേട്ടവരെല്ലാം സന്തോഷിച്ചതുപോലെ സന്തോഷത്തിന്റെ മക്കളായി മാറട്ടെ എന്ന് ഈ ഡിസംബർ 14 ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ആശീർവദിക്കുന്നു. ക്രിസ്മസിന്റെ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. ക്രിസ്മസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇൻ ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിന്റെ മംഗളങ്ങൾ മുൻകൂട്ടി എല്ലാവർക്കും നേരുന്നു. സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിലച്ചൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ഫോൺ നമ്പർ 90 74 98 42 24. ഞാൻ മനഃശാസ്ത്രം ഉപരിപഠനം കഴിഞ്ഞ വ്യക്തിയാണ്. കൗൺസിലിങ്ങിന് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ എൻ്റെ അടുത്ത് വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന.